ദുൽഖർ. അപ്പോ ദുൽഖറിന്റെ പേര് കേട്ടിട്ടുണ്ടാവാത്ത ആരുമില്ല. നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ മകനാണ്. അപ്പോ ദുൽഖറിനെ പറ്റി പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ കുട്ടിക്കാലം മുതൽ, കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ആ ഒരു സമയമൊക്കെ ആയപ്പോൾ ഞാൻ വളരെയധികം കണ്ടുവന്ന ഒരു നടനാണ് നമ്മുടെ ദുൽഖർ. ഒരു യൂത്ത് നടൻ എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളത്തിന് എപ്പോഴും അഭിമാനിക്കാൻ പറ്റിയ ഒരു നടൻ ആണ് നമ്മുടെ സ്വന്തം ദുൽഖർ. മാത്രമല്ല ഇപ്പോൾ മമ്മൂക്കയുടെ പേരിലും അല്ല അറിയപ്പെടുന്നത്, സ്വന്തമായ ഒരു ബ്രാൻഡ് ഈ മലയാളം ഇൻഡസ്ട്രി മാത്രമല്ല, ഇപ്പോൾ പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ സ്വന്തമായ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ദുൽഖർ എന്ന് വേണം എടുത്തു പറയാനുള്ളത്. മാത്രമല്ല ദുൽഖറിനെ പറ്റി പറയുമ്പോൾ ഒരുപാടധികം ഒരുപാടധികം വ്യത്യസ്തമായ റോളുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമുക്ക് എടുത്തു പറയാനുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ ആക്ഷൻ മൂവി എന്ന് പറയുമ്പോൾ ഒരു കലി എന്ന് പറഞ്ഞൊരു മൂവി നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. അതൊരു ആക്ഷൻ മൂവി ആയിരുന്നു. അതിൽ വളരെയധികം നന്നായിട്ട് ആക്ഷൻ കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല റൊമാൻറ്റിക് മൂവി ഇപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ സീതാരാമം. അതിലോട്ട് ഞാൻ വരാം. അതിനു മുമ്പ് നമ്മുടെ മലയാള മൂവീസിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നമ്മുടെ ദുൽഖർ സൽമാൻ ആദ്യമായി ചെയ്ത പടം എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഷോ ആണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മമ്മൂക്കയുടെ ഒരു പിന്നണിയും ഇല്ലാതെ തന്നെ സ്വന്തമായി ആ മൂവിയിൽ കടന്നു വരികയും അതിലൂടെ സ്വന്തമായി തന്നെ ഒരു പേര് മലയാളം ഇൻഡസ്ട്രിയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു നടനും കൂടെയാണ് നമ്മുടെ ദുൽഖർ സൽമാൻ. പക്ഷേ ഇപ്പോഴും ചില വലിയ പോപ്പുലറായ നടന്മാരുടെയും നായകന്മാരുടെയും ഒക്കെ മകന്മാർ ഇപ്പോഴും ഡെബ്യൂ ചെയ്തിട്ട് പോലും അതിലൂടെ വളരെയധികം പോപ്പുലാരിറ്റി നേടാതിരുന്ന ഒരു കാലമായിരുന്നു അന്ന്. പക്ഷെ അന്ന് മമ്മൂക്കയുടെ ഒരു മകൻ എന്നുള്ള രീതിയിലല്ലാതെ സ്വന്തമായി കയറി വന്നുകൊണ്ട് മലയാളം ഇൻഡസ്ട്രിയെ മൊത്തമായി മാറ്റിമറിച്ച ഒരു നടൻ എന്ന് വേണം സ്വന്തമായി എനിക്ക് പറയാൻ തോന്നുന്നത് നമ്മുടെ സ്വന്തം ദുൽഖറിനെ. അപ്പോൾ ദുൽഖർ അല്ലെങ്കിൽ അഥവാ നമ്മളെല്ലാവരും വിളിക്കുന്ന പോലെ നമ്മുടെ സ്വന്തം കുഞ്ഞിക്ക. അപ്പോൾ അതേപോലെ ആദ്യമായി എടുത്തു പറയേണ്ടത് നമ്മുടെ കുഞ്ഞിക്കയുടെ മലയാളം മൂവീസാണ്. മലയാളം മൂവീസിനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ടത് കുറേ മൂവീസ് എന്ന് പറയുമ്പോൾ ABCD എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് വളരെയധികം നല്ല രീതി, അതൊരു എനിക്ക് തോന്നുന്നൊരു കോമഡി ടൈപ്പ് മൂവി ആയിരുന്നു. പക്ഷെ വളരെ നല്ലൊരു മെസ്സേജും ആ മൂവിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അത് നല്ല അതിൻ്റെ കൂടെ ദുൽഖറിൻ്റെ കൂടെ അഭിനയിച്ച നടൻ കോയ എന്നായിരുന്നു ആ റോളിൻ്റെ പേര്. എനിക്ക് ആക്ടറിൻ്റെ പേര് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ അതും അവരുടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ വളരെയധികം നന്നായിട്ട് മാച്ചായി പോയി എന്നുള്ളതാണ് ആ ഒരു മൂവി എനിക്ക് വളരെയധികം ആലോചിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഓർമ്മ എന്ന് പറയുമ്പോൾ. മാത്രമല്ല നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ഉസ്താദ് ഹോട്ടൽ, നമ്മുടെ തിലകൻ എന്ന് പറഞ്ഞൊരു വലിയ നടൻ്റെ കൂടെ ഞാൻ മാത്രമല്ല, എൻ്റെ അച്ഛൻ്റെ പ്രായം മുതൽ അല്ലെങ്കിൽ എൻ്റെ ആ ഒരു പ്രായക്കാർ മൊത്തം അഡ്മയർ ചെയ്ത് വരുന്ന ഒരു നടനായിരുന്നു തിലകൻ. അപ്പോൾ തിലകൻ്റെ കൂടെ ഒരു വളരെയധികം മാച്ച്ഡ് അപ്പ് ആയിട്ട് നല്ലൊരു വേഷമാണ് ഉസ്താദ് ഹോട്ടലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതൊരു ഒരു ശരിക്കുമുള്ള പുറം ലോകം അറിയാതെ സ്വന്തം ജീവിതത്തിൽ വളരെയധികം ആസ്വദിച്ച് വന്നിരുന്ന ദുൽഖർ സൽമാൻ എന്നാൽ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, ആ പടത്തിലെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് വളരെയധികം മികച്ചതാണെന്ന് വേണം നമുക്ക് പറയേണ്ടത്. അതേപോലെ മലയാളം മൂവീസ് അല്ലാതെ എടുത്തു പറയേണ്ടതെന്ന് പറയുമ്പോൾ കുറുപ്പ് അവസാനമായി ഇറങ്ങിയിരിക്കുന്ന മൂവി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 2 മൂവീസിൽ ഒരെണ്ണം കുറുപ്പാണ്. ആ മൂവി വളരെയധികം പോപ്പുലാരിറ്റി നേടുക തന്നെ ചെയ്തു. കാരണം ഒരു യഥാർത്ഥ സ്റ്റോറി എന്നുള്ള നിലയിൽ അതിനെ അത്രയും ആൾക്കാർക്ക് ആ ഒരു വില്ലൻ ആണ് ശരിക്കും റിയൽ ലൈഫിൽ വില്ലനായ കുറുപ്പിനെ സിനിമയിലൂടെ നായകനായി കാണിച്ച ഒരു നടനാണ് ദുൽഖർ. അപ്പോൾ അതിന് വരെ സാധിക്കണമെങ്കിൽ എത്രത്തോളം മനോഹരമായ ആ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ കുറുപ്പെന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇവിടെ ചെയ്ത അല്ലെങ്കിൽ ശരിക്കുമുള്ള ലോകത്ത് വില്ലനാണെങ്കിൽ ആ മൂവിയിൽ പുള്ളി ഒരു നടനായി അല്ലെങ്കിൽ ഒരു ഹീറോ ആയി എല്ലാവരും അഡ്മയർ ചെയ്യുകയാണ് ആ മൂവിയിലൂടെ. അപ്പോൾ ആ ചെയ്ത തെറ്റിനെ പോലും നമുക്ക് തെറ്റല്ല എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ദുൽഖർ ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ ദുൽഖർ എന്ന് പറയുമ്പോൾ പാൻ ഇന്ത്യൻ ലെവലിൽ തന്നെ മൂവീസ് ചെയ്യുന്നൊരു നടനായി മാറിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം മലയാളം മൂവീസ് വളരെയധികം കുറവാണ്. അവസാനം ഇറങ്ങിയ മൂവി കിങ് ഓഫ് കൊത്ത അർഹിച്ച വിജയം എന്ന് പറയാൻ സാധിക്കില്ല, അതൊരു ഫ്ലോപ്പ് മൂവി ആയിരുന്നു. അപ്പോൾ ആകപ്പാടെ സത്യം പറഞ്ഞാൽ ദുൽഖർ മലയാളം മൂവീസ് ചെയ്യുന്നത് ഇപ്പോൾ വളരെയധികം കുറവ് തന്നെയാണ്. പക്ഷേ പാൻ ഇന്ത്യൻ ലെവലിൽ ഹിന്ദി മൂവീസും തെലുഗു മൂവീസും തമിഴ് മൂവീസുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുൽഖർ സൽമാൻ എന്ന നടൻ ചെയ്യുന്നത്. അപ്പോൾ ഹിന്ദി മൂവി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നൊരു മൂവി എന്ന് പറയുമ്പോൾ കാർവാൻ എന്ന മൂവിയിൽ ഇർഫാൻ ഖാനോടൊപ്പം വളരെ നന്നായിട്ട് അഭിനയിച്ച ഒരു മൂവിയാണ്. ഇർഫാൻ ഖാനെ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ
വളരെ വേഴ്സൈറ്റൈൽ അല്ലെങ്കിൽ ഒരു ഞാനൊക്കെ അഡ്മയർ ചെയ്യുന്ന ഒരു നടൻ തന്നെയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഇന്ന് ഈ ലോകത്തില്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ കൂടെ ആ മൂവിയിൽ വളരെ മികച്ച ഒരു ഒപ്പത്തിനൊപ്പം ഒരു റോള് കാഴ്ചവെച്ചിരുന്നു ദുൽഖർ എന്ന് നമുക്ക് പറയാം. അതേപോലെ എടുത്തു പറയുമ്പോൾ നമ്മുടെ തെലുഗു മൂവി ഇപ്പോൾ ഇറങ്ങിയതാണ് സീതാരാമം. അത് വളരെയധികം മികച്ച ഒരു റിവ്യൂ തന്നെ ആ മൂവിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. കാരണം റൊമാൻറ്റിക് ആ ഒരു ലവിലൂടെ എന്തൊക്കെ ഒരു ആർമി ഓഫീസർ ആണ് അദ്ദേഹം ആ മൂവിയിൽ. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ മൂവി. അപ്പോൾ ആ മൂവി ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല ദുൽഖറിൻ്റെ അഭിനയത്തിനെ പറ്റിയിട്ട്. പക്ഷെ എന്നാലും ആ മൂവിയിലൊക്കെ എന്ന് പറയുമ്പോൾ ആ റൊമാൻറ്റിക് സീൻസൊക്കെ വളരെ മനോഹരമായിട്ട് നമ്മളെ ആ പാട്ട് സീനായാലും എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മഹാനദി എന്ന് പറഞ്ഞ മൂവി തെലുഗു മൂവിയാണ്. അതും മിക്കവരും കണ്ടിട്ടുണ്ടാവും. അതും വളരെയധികം മികച്ചൊരു വിജയം തന്നെയാണ് നേടിയിട്ടുള്ളത്. സിനിമാ ജീവിതം നടൻ എന്നുള്ള രീതിയിലല്ലാതെ പ്ലേ ബാക്ക് സിംഗറായിട്ടും ദുൽഖർ തൻ്റെ കഴിവ് തെളിയിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഒരുപാടധികം പാട്ട് അദ്ദേഹം കമ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിലെല്ലാം നന്നായിട്ട് തന്നെ വിജയം നേടിയെന്ന് വേണം എല്ലാവർക്കും അറിയാം. വളരെ നല്ല വിജയമായിരുന്നു അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം എന്ന്. മാത്രമല്ല ഇപ്പോൾ ഒരു മൂവി ഇറങ്ങാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെത്. ഒരു തെലുഗു മൂവിയാണത്. ലക്കി ഭാസ്കർ എന്നാണ് ആ മൂവിയുടെ പേര്. അപ്പോൾ അതും ഒരു പാൻ ഇന്ത്യൻ ചിത്രമാണതും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഇപ്പോൾ മലയാളം മൂവീസിൽ നിന്ന് അദ്ദേഹം ചെയ്യുന്ന മൂവീസ് എന്ന് പറയുമ്പോൾ വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2-3 വർഷത്തിലൊരിക്കലാണ് മൂവീസ് ചെയ്യുന്നത്. പക്ഷേ അതിൽ മലയാളം മൂവീസ് ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. എന്നാൽ പാൻ ഇന്ത്യൻ ലെവലിൽ നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് ഒരുപാടധികം അഭിമാനിക്കാൻ പറ്റിയൊരു കാര്യം തന്നെയാണത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇപ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത്, മമ്മൂക്കയുടെ മകൻ എന്നുള്ള രീതിയിൽ പോപ്പുലർ ആവാതെ സ്വന്തമായി മമ്മൂക്കയുടെ മകൻ എന്നുള്ള രീതിയിൽ അഭിമാനിക്കാതെ ഇപ്പോൾ മമ്മൂക്കയാണോ തൻ്റെ മകൻ്റെ പേരിൽ അഭിമാനിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം രണ്ടുപേരും നമുക്കറിയാം, മമ്മൂക്കയുടേതായ രീതിയിലാണ് അഭിനയം. എന്നാൽ ദുൽഖറുടേതായ രീതിയിൽ തൻ്റെ കഴിവ് തെളിയിച്ചു എന്ന് നമുക്ക് നിഷ്പ്രയാസം പറയാം. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയും കുഞ്ഞിക്കയുടെയും അഭിനയം രണ്ട് വ്യത്യസ്തമായ രീതിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഒരുപാട് മൂവീസ് ഞാൻ കണ്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ദുൽഖറിൻ്റെ അഭിനയം വേറൊരു രീതിയും മമ്മൂക്കയുടെ ക്യാരക്ടേഴ്സും മാനേഴ്സും വരും. പക്ഷെ എന്നാലും ഒരു പരിധിക്കപ്പുറം സ്വന്തം ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് ദുൽഖർ സൽമാൻ ഈ മലയാളം ഇൻഡസ്ട്രിയിലൂടെ, അതുപോലെ പാൻ ഇന്ത്യൻ ലെവലിലും. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആക്ടേഴ്സിൽ ഒരാളായ ദുൽഖർ സൽമാൻ്റെ 41ാം പിറന്നാളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ദുൽഖർ സൽമാന് എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ.